ഗൾഫ് മാധ്യമത്തിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ മീഫ്രണ്ട് സംഘടിപ്പിച്ച ദംദം ബിരിയാണി ഫെസ്റ്റിൽ കണ്ണൂർ സ്വദേശി റഹ്മത്ത് ഇക്ബാൽ കിരീടം ചൂടി. 15 മത്സരാർത്ഥികൾ പങ്കെടുത്ത വാശിയേറിയ മത്സരത്തിലാണ് പ്രഥമ ദം സ്റ്റാർ കിരീടം സ്വന്തമാക്കിയത്. കണ്ണൂർ സ്വദേശി MP സാജിദ ഫസ്റ്റ് റണ്ണറപ്പും തമിഴ്നാട് സ്വദേശി ബിരുന്ദ സെക്കൻഡ് റണ്ണറപ്പുമായി. വിജയിക്കൊന്നും തോന്നിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ 15 പേര് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട് ഇത്ര വേദിയിൽ വന്നതിൽ. ആക്ച്വലി ഭയങ്കര ടഫായിരുന്നു കോമ്പറ്റീഷന്. ഒട്ടും പ്രതീക്ഷിച്ചില്ല കിട്ടും. செகண்ட் ரன்னரப்பாக வந்தது ரொம்ப ஹாப்பியாக இருக்குது. தமிழ்நாட்டில் இருந்து இங்கே நம்ம கல்ஃப் மாத்தியம் கண்டக்ட் பண்ண இந்த ப்ரோக்ராமில் அதுவும் 1500க்கு மேலே அப்ளை பண்ணி அதில் 50 ஷார்ட் லிஸ்ட் பண்ணி அதில் வந்து தேர்ட் ப்ரைஸ் வாங்கினா ரொம்ப ஹாப்பியாக இருக்குது. വിജയികൾക്കുള്ള ഗൾഫ് മാധ്യമത്തിന്റെ പ്രൈസ് മണി യഥാക്രമം 500, 300, 200 റിയാൽ വീതം ഗൾഫ് മാധ്യമം റെസിഡന്റ് മാനേജർ അഫ്സൽ അഹമ്മദ് കൈമാറി. ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. ആബിദ റഷീദ്, ഷാഹി ഡയറക്ടർ സുനീത ബീവി എന്നിവർ വിജയികളെ സാക്ഷിയും തൊപ്പിയും അണിയിച്ചു. ഷാഹി ഗിഫ്റ്റ് ഹാമ്പർ ഡയറക്ടർ സുനീത ബീവി, സൂക്രീമ ഗിഫ്റ്റ് ഹാമ്പർ മാനേജിംഗ് ഡയറക്ടർ അഫ്സൽ അസീസ്, ബിസ്മി ഗിഫ്റ്റ് ഹാമ്പർ നദ ഹാപ്പിനെസ് ചെയർമാൻ അബ്ദുൽ സലാം, ഫുഡ്ലാൻഡ്സ് ഗിഫ്റ്റ് വൗച്ചർ ഓപ്പറേഷൻസ് ഡയറക്ടർ സുരയ്യ സമീർ, ലുലു ഗിഫ്റ്റ് വൗച്ചർ മാർക്കറ്റിംഗ് ഹെഡ് ഷംസുദ്ദീൻ, ജി ഗോൾഡ് പർച്ചേസ് വൗച്ചർ റീജിയണൽ മാനേജർ TV ഷബീർ, റോയൽ ഫുഡ് കുക്ക്വെയർ സെറ്റ് GPAS അസിസ്റ്റന്റ് മാനേജർ ഇജാസ് എന്നിവർ കൈമാറി. മത്സരാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ ഗൾഫ് മാധ്യമം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഫസൽ കതിരൂർ, ദംദം ബിരിയാണി ഫെസ്റ്റിവൽ പ്രോഗ്രാം കൺവീനർ അലി മീരാൻ, മാധ്യമം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV ഉമ്മർ എന്നിവർ കൈമാറി. മികച്ച പോരാട്ടമായിരുന്നു ഓരോ മത്സരാർത്ഥികളും നടത്തിയതെന്നും ബിരിയാണിയിൽ പുത്തൻ രസക്കൂട്ടുമായി രുചി വൈവിധ്യങ്ങളുടെ പുത്തൻ ലോകമായിരുന്നു ഓരോരുത്തരും ഒരുക്കിയതെന്നും സംഘാടകർ പറഞ്ഞു. അതേസമയം ഗായകരായ അക്ബർ ഖാന്റെയും ദാന റാസിക്കിന്റെയും നേതൃത്വത്തിൽ നടന്ന ഗാനവിരുന്നും ശ്രദ്ധേയമായി. ഉച്ചയ്ക്ക് 3:30 ആരംഭിച്ച ബിരിയാണി മഹോത്സവവും അനുബന്ധമായ പാട്ടുത്സവവും കഴിഞ്ഞ് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒത്തിരി മുഹൂർത്തങ്ങളുമായാണ് ആയിരങ്ങൾ വേദി വിട്ടിറങ്ങിയത്. ഗൾഫ് മാധ്യമം, മസ്കത്ത്.